ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പം എസ്റ്റർഡേ എപ്പിസോഡിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ ഫൈൻ. ഷാനവാസിനെ ലാലേട്ടൻ വഴക്ക് പറഞ്ഞതും ഒക്കെ കാര്യമുള്ള കാര്യത്തിന് തന്നെയാണ്. ഓക്കെ, ഐ ആക്സെപ്റ്റ് ഇറ്റ്. ലാലേട്ടൻ പറഞ്ഞ അത് ഷാനവാസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഷാനവാസ് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എന്താണ് തുടങ്ങാം. ഫസ്റ്റ് കുറേ ആൾക്കാർ പറയുന്നു ലാലേട്ടനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു എന്ന് പറയുന്നു. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഇത്രയും ആളിങ്ങനെ കടന്ന് വഴക്ക് പറയുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? കരയാത്ത ഒരാൾ, ഉള്ളിൽ കരയുന്ന ഒരാൾ, അയാൾ കരച്ചിൽ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ മാക്സിമം ശ്രമിച്ചുകൊണ്ട് അയാൾ തിരിച്ച് പറയാറുണ്ട്. ഓക്കെ, തിരിച്ച് പറയുന്ന സെൻസ് ആരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്ത പോലെ ഷാനവാസ് ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് കാര്യം, എടി പൊടി എന്നുള്ള പിടുത്തം ഷാനവാസ് അത് തെറ്റാണ് ചെയ്യുന്നത്. ഒരാളുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒന്നും വിളിക്കാൻ നമുക്ക് പാടില്ല. പക്ഷേ അതിൽ കൂടുതലും അക്ബർ അവിടെ വിളിക്കുന്നുണ്ട്. അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാനും ആരിനെ വൈറ്റ് വാഷ് ചെയ്യാനും ഉള്ളൊരു എപ്പിസോഡായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തതും അവരെ ടോപ്പ് 5 കൊണ്ടുവരാനുള്ള എപ്പിസോഡ്. എനിവേ, അത് അവരുടെ ഇഷ്ടം. മൂന്നാമത്തെ കാര്യം, ലാലേട്ടൻ പറഞ്ഞു എന്താ പറയുക, സ്ക്രീൻ സ്പേസിൻ്റെ കാര്യം, ഷാനവാസ് പറഞ്ഞ കാര്യം. ഓക്കെ, അതും സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്നുള്ളത്, ഒരു ഗെയിമിനനുസരിച്ച് കൊടുക്കരുതെന്നുള്ളത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. അത് പോട്ടെ. മൂന്നാമത്തെ കാര്യം, അക്ബർ അനുമോളിനെ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ വീർക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനെപ്പറ്റി ഒരു ചോദ്യങ്ങളും ലാലേട്ടൻ ചോദിച്ചില്ല. അക്ബറിനെ ഭയങ്കര പൊക്കി മേളി വെക്കുന്ന സംഭവങ്ങളായിരുന്നു ഇന്നലെ നടന്നത്. അക്ബർ വലിയൊരു ഗെയിമറാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫൈൻ. ഷാനവാസ് ചെയ്ത് തെറ്റാണ്, സമ്മതിച്ചു, അതിനെ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇത്രത്തോളം വഴക്ക് പറയേണ്ട ഒരാവശ്യവും പുള്ളിക്കാരൻ അവിടെ ചെയ്തില്ല. വേറൊരു കാര്യം, എല്ലാ ടാസ്കുകളും ഷാനവാസ് കുളമാക്കി എന്ന് പറയുന്നു. ഏത് ടാസ്ക്കാണ്? സീക്രട്ട് ടാസ്ക് ഷാനവാസിന് അറിയത്തില്ല. ബേബി കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് അത് മനസ്സിലാവത്തുമില്ല. അയാളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വെച്ച കെണിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഫൈൻ. പിന്നെ ഏത് ടാസ്ക്കാണ് ഷാനവാസ് കുളവാക്കിയത്? ബോട്ടിൽ ഫാക്ടറി ടാസ്കോ? അല്ല, അനീഷ് കുളവാക്കി. ചെപ്പൽ അത് കൂടെ എംപ്ലോയി ആയിട്ട് നിന്നു. ഏത് ടാസ്ക്കാണ് കുളവാക്കിയത്? അത് ലാലേട്ടനോട് ഷാനവാസ് ചോദിച്ചപ്പം അത് വഴുതി മാറി ലാലേട്ടൻ മാറിപ്പോയി. കുറേ കാര്യങ്ങളിൽ ഷാനവാസിനെ സംസാരിക്കാൻ പോലും ലാലേട്ടൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ലാലേട്ടൻ്റെ കുഴപ്പമല്ല, മുകളിൽ നിന്നുള്ള പ്രഷറും. ഡയറക്ടർ സ്ക്രിപ്റ്റ് എഴുതി ആണല്ലോ ലാലേട്ടന് കൊടുക്കുന്നത്, ഇന്നത് ചോദിക്കണം, ആരെ വെളുപ്പിക്കേണ്ട എന്നുള്ളത്. അത്രയും ഒരു മനുഷ്യനെ അത്രയും കടന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അത് അക്സെപ്റ്റ് ചെയ്ത്, എങ്ങനെ നമ്മളെ ഒരാൾ ഇത്രയും കടന്ന് പറയുമ്പോൾ ഗേൾസൊക്കെ ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് അവിടെ പോവും. ആ പുള്ളിക്കാരൻ്റെ മനസ്സും തൊണ്ടയും ഇടറുന്നുണ്ടായിരുന്നു. ഇത്രയും കടന്ന് അത്രമാത്രം പറയാനായിട്ട് അവിടെ എന്തെങ്കിലും ഷാനവാസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? പോട്ടെ, ഡിസ്റെസ്പെക്റ്റ് ചെയ്തത്, മാൻ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഈ മാൻ ഹാൻഡിൽ അവിടെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ജയിൽ നോമിനേഷന് ഒരാൾ പോലും ഷാനവാസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബിന്നിയും വേറെ അനീഷും അല്ലാതെ വേറെ ആരും, സാബുമാനും അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം അവർ ഇഗ്നോർ ചെയ്ത കാര്യം ലാലേട്ടൻ അത് എടുത്ത് പൊക്കിക്കൊണ്ട് വന്ന് വീണ്ടും ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു. ബിക്കോസ് ടോപ്പ് 3 എന്തായാലും ഷാനവാസ് വരും. അത് മാറ്റിയെടുക്കാൻ ബേബിക്കുള്ള പ്ലാൻ ആയിരിക്കും ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായത്, പിന്നെ ലാസ്റ്റ് ആദില പറയുന്നുണ്ട് ഞാൻ ആ ഇമോഷണൽ ബ്രേക്ക് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യട്ടെ. ഷാനവാസിന് ഒറ്റയ്ക്ക് കളിക്കണമെങ്കിൽ ഷാനവാസിന് ഈ ഷോ പോയി കണ്ട ഒരാൾ ഷാനവാസിന് വേണം. ആളുടെ വോയിസിൽ നിന്നും നമുക്ക് മനസ്സിലായത് അനു ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. അത് ബി കട്ട് ചെയ്ത് കളഞ്ഞു. അനു ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഷാനവാസ് മാത്രമല്ല ഇവിടെ ടാസ്ക് കുളവാക്കിയിരിക്കുന്നത്, ബാക്കി എല്ലാവരും ടാസ്ക് കുളവാക്കിയിട്ടുണ്ട് എന്ന് അനു പറഞ്ഞ് ആ പാർട്ട് ബി കട്ട് ചെയ്തു. ആ പാർട്ട് എന്തിനാണ് ബി കട്ട് ചെയ്തത്? അപ്പോൾ ആരെ ടാർഗറ്റ് ചെയ്താണ് ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങിയത്? ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത്. ആ ഭാഗം എന്തിന് ബി കട്ട് ചെയ്തു? അപ്പോൾ എല്ലാം നമ്മൾ ചിന്തിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ, ഷാനവാസ് ഇടയ്ക്ക് കൈ പൊക്കുന്നുണ്ടായിരുന്നു. ഈ കൈ പൊക്കുന്നത് അത്ര തെറ്റാണോ? ഒരാൾ സംസാരിക്കുമ്പോൾ ആളുടെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് കൗണ്ടർ ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കും കൈ പൊക്കുന്നത് തെറ്റാണ്. എത്രയോ പേര് അവിടെ ഇരുന്ന് കൈ പൊക്കുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ ഷാനവാസിനെ മാത്രമേ അന്ന് അപ്പോൾ കണ്ടുള്ളൂ അല്ലേ? അപ്പോൾ അത് എല്ലാം ഇന്നലെ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് താഴ്ത്തി കെട്ടാനുള്ള എപ്പിസോഡ്. ഇത് ഷാനവാസ് ചെയ്തതെല്ലാം ശരിയാണ്, ഷാനവാസിനെ വെളുപ്പിക്കാനോ ഒന്നുമുള്ള വീഡിയോ അല്ല. ഷാനവാസ് പോലെ തന്നെ ബാക്കിയുള്ളവരും കണ്ടസ്റ്റൻസ് ആണ് അല്ലേ? ആ കണ്ടസ്റ്റൻസ് ചെയ്യുന്ന തെറ്റുകളും ബി ചൂണ്ടിക്കാട്ടുന്നില്ല. ഈ ഷാനവാസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കിനിയും കണ്ടു തന്നെ അറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ PR ബാക്കി എല്ലാവരും വന്ന് പൊങ്കാലിടുമെന്ന് എനിക്കറിയാം. സ്റ്റേ ട്യൂൺ.